പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോൾ പതറിപ്പോകുന്നത് മനുഷ്യ സഹജമാണ്. അത് സാധാരണ ആകുന്നു. ഓർക്കുക, നമ്മെ വിളിച്ചിരിക്കുന്നത് സാധാരണക്കാർ ആയിരിക്കുവാനല്ല, അസാധാരണക്കാർ ആയിരിക്കുവാനാണ്. ശ്രദ്ധിക്കാം. കഷ്ടങ്ങൾ ഒരിക്കലും നമ്മെ കഠിന ഹൃദയരാക്കരുത്. നാം കടന്നു പോകുന്ന കഷ്ടങ്ങൾ മൂലം കണ്ണുകൾ കണ്ണുനീരിനാൽ നിറഞ്ഞ് ദൈവോദ്ദേശം കാണുവാൻ കഴിയാത്ത അന്ധതയിൽ നാം ഒരിക്കലും ആയിത്തീരരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. തൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും സാധു കൊച്ചുകുഞ്ഞുപദേശി പാടിയ പാട്ട് നമുക്കൊക്കെ സുപരിചിതമാണല്ലോ. ആരും എനിക്കില്ലെന്നാലും ഏകനായി തീർന്നെന്നാലും മാനസത്തിൽ ആദി പൂണ്ട് ഖേദിപ്പാൻ സാധു അന്ധനായി തീർന്നതല്ലേ ദൈവമേ. എത്ര അർത്ഥവത്തായ വരികൾ! ദൈവത്തിങ്കിലേക്ക് നോക്കാതെയുള്ള പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള ഓട്ടം അത് അന്ധതയാണ്. എൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ അനുവദിക്കുക വഴി ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം എനിക്ക് ഗ്രഹിക്കുവാൻ കഴിയാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയോ സ്വയസഹതാപത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയോ ദൈവത്തെ വെല്ലുവിളിക്കുകയോ ഒക്കെ ചെയ്താൽ അങ്ങനെയുള്ള വ്യക്തികൾ കൂടുതൽ ദുരിതത്തിലാകുകയല്ലാതെ പ്രശ്നങ്ങളിൽ നിന്നും വെളിയിൽ വരുന്നില്ല. അവർ ദൈവത്തിൽ നിന്നും കൂടുതൽ ദൂരത്തിലേക്ക് പോവുകയാണ്. അവർ മറ്റുള്ളവർക്കൊരു വലിയ പ്രശ്നമായി മാറും. ലോകത്തിൽ ആയിരങ്ങൾക്ക് വിനയായി തീർന്ന പല പ്രത്യയശാസ്ത്രങ്ങൾക്കും പിൻപിൽ പ്രവർത്തിച്ചവർ ഇപ്രകാരം കഷ്ടങ്ങളിലൂടെ പോയി ദൈവത്തിൽ നിന്നും ദൂരെ പോയവരാണ്. കുരുക്കഴിക്കുവാൻ സ്വയം പരിശ്രമിച്ച് നാം ഊരാക്കുരുക്കിൽ ചാടരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ദൈവം ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല എന്നത് ദൈവവചനത്തിൻ്റെ ഉറപ്പാണ്. നമുക്ക് അസൗകര്യമെന്ന് തോന്നുന്നത് ദോഷങ്ങളാകണമെന്നില്ല. ദൈവം അനുവദിച്ച, നമ്മെ കൂടുതൽ ബലമുള്ളവരാക്കുവാൻ നമ്മിലേക്ക് അയച്ച അനുഭവങ്ങളാകുന്നു എന്നറിഞ്ഞാൽ നമുക്ക് പിടിച്ചു കയറുവാൻ എത്ര എളുപ്പമാകും. കഷ്ടങ്ങൾ ഒരിക്കലും നമ്മെ കഠിന ഹൃദയം ഉള്ളവരാക്കരുത്. ദൈവത്തിൻ്റെ ഉദ്ദേശവുമായി താതാത്മ്യപ്പെടുന്നതാണ് അഭികാമ്യമായിട്ടുള്ളത്. ആശ്വാസം നൽകുന്നത് അതത്രേ. രോഗങ്ങളാകട്ടെ, നഷ്ടങ്ങളാകട്ടെ, ബന്ധങ്ങളിലെ താളപ്പിഴകളാകട്ടെ, അർഹിക്കുന്നവ തന്നെ നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാകട്ടെ, അങ്ങനെ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും അതെ, അതിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിലുള്ള ആശ്രയമാണ്. നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഇയ്യോബിൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും എത്രയെത്ര പാഠങ്ങൾ പഠിക്കുവാൻ കഴിഞ്ഞില്ലേ? ഇയ്യോബിൻ്റെയും തൻ്റെ സ്നേഹിതന്മാരുടെയും നീണ്ട സംവാദങ്ങൾക്കൊടുവിൽ ഒരു ട്വിസ്റ്റ്. എലീഹു എന്നൊരു യൗവനക്കാരൻ പ്രത്യക്ഷപ്പെട്ട് ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരെ ആദ്യം ശാസിക്കുന്നു. എന്നിട്ട് ഇയ്യോബ് ദൈവത്തിന് നേരെ ഉയർത്തിയ സംശയങ്ങളെ ഒന്നൊന്നായി പൊളിച്ചു കാണിക്കുന്നു. അങ്ങനെ അവൻ, അതായത് എലീഹു, ദൈവപ്രകൃതത്തിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 34-ാം അധ്യായമാണ് നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. ആ ഭാഗം എടുത്താട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 34-ാം അധ്യായം. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്നുമാണല്ലോ ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എലീഹു ഇയ്യോബിനെ ശാസിക്കുമ്പോൾ ഇയ്യോബ് ദൈവത്തിനെതിരെ ഉന്നയിച്ച ദൂഷണങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പവിത്രത കാത്തുസൂക്ഷിക്കുക എന്നതാണ് ലക്ഷ്യമിട്ടിരുന്നത്. 33-ാം അധ്യായത്തിൽ അതിമഹത്തായ അനേകം പാഠങ്ങൾ നാം കാണുകയുണ്ടായി. ഇയ്യോബിൻ്റെ മറുപടിക്കായി അല്പമൊന്ന് നിർത്തിയ ശേഷം എലീഹു തൻ്റെ അഭ്യർത്ഥന തുടരുന്നതാണ് 34-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഇയ്യോബിൻ്റെ ദൂഷണങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ പവിത്രതയെ കാത്തു സൂക്ഷിക്കുക എന്നതാണ് ഈ അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം. ദൈവം ഒരിക്കലും ദുഷ്ടത പ്രവർത്തിക്കുന്നില്ല, അതിന് കൂട്ടുനിൽക്കുന്നുമില്ല. ദോഷം പ്രവർത്തിക്കുന്നവനല്ല ദൈവം. 34-ാം അധ്യായത്തിലും നാം എലീഹുവിനെ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം
ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ അവൻ്റെ കാലത്തെ ഒരു മനുഷ്യന് അവൻ യഥാർത്ഥത്തിലൊരു ആത്മിക ഉൾക്കാഴ്ചയായിരുന്നു. ഈ കാര്യത്തിൽ അവൻ തീർച്ചയായും ദൈവത്തെ ന്യായീകരിക്കുകയാണ്. ഈ സമയം വരെ ദൈവത്തെ അല്പം അകലെ അസൗകര്യമായാണ് മനസ്സിലാക്കിയിരുന്നത്. കാരണം ഒന്നുകിൽ അവൻ ഇയ്യോബിൻ്റെ ജീവിതത്തിലെ ഏതോ വലിയ പാപം കാരണം അവനെ ശിക്ഷിക്കുകയാണ്, അല്ലാത്ത പക്ഷം ദൈവം അനീതി കാട്ടുകയാണ് എന്നേ തോന്നുകയുള്ളൂ. ഏതൊരു വ്യക്തിക്കും അങ്ങനെ മാത്രമേ തോന്നുകയുള്ളൂ. ഇത്ര നല്ലവനായ ഒരു വ്യക്തിയോട് ദൈവം എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നു? ദൈവം തന്നെ പറഞ്ഞത് അവൻ നിഷ്കളങ്കനാകുന്നു, ദോഷം വിട്ടകലുന്നവനാകുന്നു എന്ന്. ഇയ്യോബ് തന്നെ തൻ്റെ നിരപരാധിത്വം വിളിച്ചറിയിക്കുന്നു. ഇയ്യോബ് ഒരു വലിയ പാപിയാകുന്നു എന്ന് ദൈവം തെളിയിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്ന വിധത്തിലാണ് ഈ സാഹചര്യം. എന്നാൽ ദൈവം അത് ചെയ്യേണ്ടതില്ല, അത് നാം കാണുന്നതാണ്. എന്തുകൊണ്ടാണ് ദൈവം തന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഇയ്യോബിനെ അവൻ്റെ സ്നേഹിതന്മാർ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ മതിയായിരുന്നു. അവൻ്റെ പാപത്തിനായി അവനെ ശിക്ഷിക്കുന്ന അർത്ഥത്തിലല്ല, പിന്നെയോ അവൻ്റെ ജീവിതത്തിൽ നിന്നും നിഗളം എടുത്തു മാറ്റി ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരവസ്ഥയിലായിത്തീരുക. ബാലനായ ശമൂവേലിനെ പോലെ യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന ഒരു വിനയത്തിൽ അല്ലെങ്കിൽ താഴ്മയിൽ ആയിത്തീരുക. തന്നെ തന്നെ ന്യായീകരിക്കുന്ന കാര്യത്തിൽ ഇയ്യോബ് അങ്ങനെ ധൃതി പിടിച്ചോടി നടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം സാഹചര്യങ്ങളെയും ആളുകളെയും കാറ്റിനെയും സാത്താനെ പോലും തൻ്റെ ആയുധങ്ങളാക്കി ഈ മനുഷ്യനെ വിനയവും അന്ത്യത്തിൽ ജ്ഞാനവും ഉള്ളവനാക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. ഇവിടെ ദൈവത്തിൻ്റെ കരുണ വാസ്തവത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. അവൻ്റെ കരുണ സദാകാലത്തേക്കും ഉള്ളതാണ്. ഇയ്യോബിന് അതിൻ്റെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു. അത് അവനെ ദൈവത്തിങ്കിൽ നിന്ന് തന്നെ അകറ്റി. ഇപ്പോൾ അവന് തന്നെ തന്നെ മാത്രമേ കാണുവാൻ കഴിയുന്നുള്ളൂ. വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തോടുകൂടെ നടക്കുന്നതിന് പകരം നാം മനുഷ്യരെയും സ്വത്തുക്കളെയും ചുറ്റുപാടുകളെയും ഒക്കെ നമ്മുടെ ജീവിതവുമായുള്ള ബന്ധത്തിൽ നോക്കി തമ്മിൽ താരതമ്യപ്പെടുത്തി സമയം കളയുകയാണ് പതിവില്ലേ? നാം നമ്മുടെ സാഹചര്യങ്ങൾക്ക് മുകളിലല്ല, അവയ്ക്ക് കീഴെയാണ് ജീവിക്കാറുള്ളത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് ഭാരമായി തോന്നും. അത് കൂടിക്കൂടി വരും. അത് വഹിക്കുവാനുള്ള പ്രയാസത്തോടെ നാം ദിനങ്ങൾ തള്ളി നീക്കും. അനേകരുടെയും പ്രശ്നം അവർ അവരുടെ പ്രതികൂല സാഹചര്യങ്ങൾക്കടിയിൽ കഴിയുന്നു എന്നതാണ്. പ്രതികൂലമോ അനുകൂലമോ സാഹചര്യങ്ങളല്ല നമ്മെ നയിക്കേണ്ടത്. നാം സാഹചര്യങ്ങൾക്ക് മുകളിലായിരിക്കണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ കാഴ്ചപ്പാടനുസരിച്ച്, ആ ദർശനമനുസരിച്ച് നാം മുൻപോട്ട് നീങ്ങേണ്ടതുണ്ട്. പ്രതികൂലമോ അനുകൂലമോ ഒക്കെ വന്നും പോയുമിരിക്കും. നാം പോകേണ്ടത് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവകരങ്ങളിൽ അർപ്പിച്ച് അവിടുത്തെ മുഖത്തേക്ക് നോക്കിയാകുന്നു. നമ്മുടെ സാഹചര്യങ്ങളെക്കാൾ വലിയവനാണ് നമ്മുടെ കർത്താവ് എന്ന് നാം ഉറച്ച് വിശ്വസിക്കണം. അതുമാത്രമല്ല, എന്നെക്കൊണ്ട് എൻ്റെ സാഹചര്യത്തെ നിയന്ത്രിക്കുവാൻ ഒരു വിധത്തിലും സാധിക്കില്ല. ദൈവം അറിയാതെ, അവൻ അനുവദിക്കാതെ യാതൊന്നും ഒരു ദൈവവേദലിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. അങ്ങനെ അനുവദിക്കുന്നതിന് ദൈവത്തിനൊരു പ്രത്യേക ഉദ്ദേശവും ഉണ്ടായിരിക്കും. അത് എപ്പോഴും നന്മയ്ക്കുമായിരിക്കും എന്നത് നാം മനസ്സിലാക്കണം. ഒരു ദൈവവേദലിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എപ്പോഴും നല്ലതിനായിരിക്കും. ആ പ്രത്യേക സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ നമുക്കത് മനസ്സിലായാൽ തന്നെ അംഗീകരിക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല. ഒറ്റയടിക്ക് മക്കളെല്ലാം മരിച്ചു കിടക്കുമ്പോൾ എങ്ങനെ അതിനെ നന്മയ്ക്കെന്ന് പറയുവാൻ സാധിക്കും? സുഹൃത്തെ, നമുക്ക് കഴിഞ്ഞ കാര്യങ്ങൾ മാത്രമേ അറിയൂ. എന്നാൽ ആരംഭത്തിൽ തന്നെ അവസാനം അറിയാവുന്ന കർത്താവ് നമ്മെ നയിക്കുന്നതല്ലേ എപ്പോഴും നല്ലത്? ആഫ്രിക്കയിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരുന്ന ഒരു കൂട്ടം ആളുകളെക്കുറിച്ച് ഞാൻ കേൾക്കുകയുണ്ടായി. അവർ നീണ്ട ഒരവധിക്കായി സ്വന്തം നാട്ടിൽ പോകുമ്പോൾ തങ്ങളുടെ വീടും അതോട് ചേർന്ന എല്ലാ കാര്യങ്ങളും തദ്ദേശവാസികളായ വിശ്വാസികളെ ഏൽപ്പിച്ചിരുന്നു. ഇവർ മടങ്ങി വരുന്നതിന് മുൻപ് അവിടെ ഒരു വലിയ നഷ്ടം സംഭവിച്ചു, അതും വലിയ ഒരു തുക. ഈ പ്രിയപ്പെട്ടവർ മടങ്ങി വന്നപ്പോൾ സൂക്ഷിപ്പുകാർ ഈ കാര്യം അവരോട് എങ്ങനെ അറിയിക്കുമെന്ന് കരുതി പരുങ്ങി. അവരുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് അവർ കരുതി. അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ ഉടമസ്ഥർ കാര്യം അന്വേഷിച്ചു. ആദ്യം പറയുവാൻ മടിച്ചെങ്കിലും നിർബന്ധിച്ചപ്പോൾ പ്രശ്നം പറഞ്ഞു. താങ്ങാനാവാത്ത നഷ്ടത്തെക്കുറിച്ച് കേട്ട ആ ദൈവമക്കൾ ഞെട്ടിയില്ല. മറിച്ച് ദൈവത്തിന് സ്തോത്രം കരയറ്റിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഏറ്റവും നല്ലത് തരുവാൻ പരിപാടിയില്ല എങ്കിൽ ഇപ്പോൾ ഉള്ളത് നമ്മുടെ നല്ല നാഥൻ ഒരിക്കലും നമ്മിൽ നിന്നും എടുത്തു കളയുകയില്ല
തീർച്ചയാണ്. എത്ര മനോഹരമില്ലേ? ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഏറ്റവും നല്ലത് തരുവാൻ പരിപാടിയില്ല എങ്കിൽ ഇപ്പോൾ ഉള്ളത് നമ്മുടെ നല്ല നാഥൻ ഒരിക്കലും നമ്മിൽ നിന്നും എടുത്തു കളയുകയില്ല. അവൻ തൻ്റെ മക്കളെ ദ്രോഹിക്കുവാനായി യാതൊന്നും ചെയ്യുന്നില്ല എന്ന് ചുരുക്കം. അതുകൊണ്ടാണല്ലോ സ്വന്തം മകൻ്റെ മൃതദേഹത്തിനടുത്ത് മുട്ടുകുത്തി ഭക്തനായ സാധു കൊച്ചുഞ്ഞുപദേശി പാടിയത്, ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള കഷ്ടങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സങ്കീർത്തനക്കാരനോട് ചേർന്ന് എനിക്ക് പറയുവാൻ കഴിയും, നിൻ്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടത്തിൽ ആയിരുന്നത് എനിക്ക് ഗുണമായി. 119 സങ്കീർത്തനത്തിൻ്റെ 71 വാക്യം. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലാതിരിക്കുമ്പോൾ പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുവാൻ തന്നെ മറന്നുപോയിരുന്നു. ഓരോ ദൈവവൈതലിൻ്റെയും അനുഭവം ഇതാകുന്നു എന്ന് എനിക്കുറപ്പുണ്ട്. ദൈവത്തിൻ്റെയും നമ്മുടെയും മധ്യത്തിൽ സാഹചര്യങ്ങൾ വരുവാൻ നാം അനുവദിച്ചെന്നാൽ ദൈവത്തെ നാം അകറ്റിക്കളയും. തൽഫലമായി അവിടുത്തെ സാന്നിധ്യബോധം നമുക്ക് നഷ്ടപ്പെടും. നമ്മുടെ ആത്മാവിൽ സമാധാനവും അവിടുത്തെ പിതൃതുല്യമായ കരങ്ങളുടെ സ്പർശനവും ആസ്വദിക്കേണ്ടതിന് പകരം നാം ആകുല ചിന്തയുടെയും വേദനയുടെയുമായ ഒരു സ്ഥാനത്തെത്തിച്ചേരും. നാം മുൻകോപികളും അക്ഷമരും അസ്വസ്ഥരും മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നവരുമായിരിക്കും. നാം ദൈവത്തിങ്കൽ നിന്ന് അകലെപ്പോകുകയും അവനുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. നമ്മുടെ സകല സാഹചര്യത്തിന്മേലും ദൈവത്തിൻ്റെ കരം നമുക്ക് കാണുവാൻ കഴിയാതെ വരുന്നു. ഇതെല്ലാം കൊണ്ടും അവിടുന്ന് ആഗ്രഹിക്കുന്നത് ഹൃദയനുറുക്കത്തോടും മനസ്സിൻ്റെ താഴ്മയോടും നമ്മെ അവങ്കിലേക്ക് അടുപ്പിക്കണം എന്നത്രേ. അത് നമ്മുടെ അനുഗ്രഹത്തിനായി മാത്രമാണ്. ഇതാകുന്നു അന്ത്യത്തിൽ ദൈവം ചെയ്യുന്നത്. ഇതിനു വേണ്ടിയാണ് നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും ഈ പരാക്രമമെല്ലാം കാണുന്നത്. ഇയ്യോബിന്മേൽ മനുഷ്യൻ്റെ ശ്രമത്താൽ സാധിക്കുവാനുള്ളത് സാധിക്കുന്നത് എലീഹു ആകുന്നു. ഇനിയും ഇയ്യോബ് ദൈവത്തിൻ്റെ നേരിട്ടുള്ള പ്രവർത്തനം അനുഭവിക്കുവാൻ പോകുകയാണ്. അവൻ്റെ മേൽ ത്രിവിധ ഫലം ഉള്ളതായി നാം കാണും. ദൈവത്തോടും തൻ്റെ സ്നേഹിതരോടും തന്നോട് തന്നെയും ഇയ്യോബിനുള്ള ബന്ധത്തെ അത് രൂപാന്തരപ്പെടുത്തും, വ്യത്യാസപ്പെടുത്തും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നാം എല്ലാം നമ്മിൽ രൂപാന്തരപ്പെടേണ്ടതുണ്ട്. ഈ ഉദ്ദേശത്തിനായി ദൈവം നമ്മെ ശിക്ഷിച്ചെന്ന് വന്നേക്കാം, ശിക്ഷണത്തിൽ കൂടി കടത്തി വിട്ടെന്ന് വന്നേക്കാം. അവൻ്റെ ബാലശിക്ഷ ഒരിക്കലും നമ്മെ നശിപ്പിക്കുവാനല്ല. അങ്ങനൊരു ശിക്ഷണത്തിൽ കൂടി കടത്തി വിടുന്നതിൽ ദൈവത്തിന് പ്രയാസം ഒന്നും ഇല്ല. കാരണം അത് നമ്മെ ദൈവം മുൻപാകെ താഴ്മയുള്ളവരാക്കുവാൻ സഹായിക്കും. അങ്ങനെ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥിതിയിൽ നാം എത്തിച്ചേരും. നമ്മുടെ ജീവിതത്തിൽ ദൈവം ബാലശിക്ഷ അനുവദിക്കുന്നത് ഈ ഉദ്ദേശത്തോടെയാണ്. 34 അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, എലീഹു പിന്നെയും പറഞ്ഞെന്തെന്നാൽ, ജ്ഞാനികളെ എൻ്റെ വചനം കേൾപ്പിൻ, വിദ്വാൻമാരെ എനിക്ക് ചെവി തരുവിൻ. തുടർന്ന് എലീഹു ആ 3 സ്നേഹിതരിലേക്ക് തിരിഞ്ഞ് അവരോട് ഒരു വാക്ക് സംസാരിക്കുന്നു. 3 വാക്യം, അണ്ണാക്ക് ആഹാരത്തെ രുചി നോക്കുന്നു, ചെവിയോ വചനങ്ങളെ ശോധന ചെയ്യുന്നു. നാക്കുകൊണ്ട് നാം രുചി അറിയുന്നത് പോലെ ചെവി കൊണ്ട് വാക്കുകളെ രുചിക്കുന്നു, അല്ലെങ്കിൽ വചനങ്ങളെ ശോധന ചെയ്യുന്നു. സംഗീതം കാതുകൾക്ക് രസകരമാണ്, അത് കാതുകൾ കൊണ്ട് നാം രുചിക്കുന്നു. 4 വാക്യത്തിൽ നാം കാണുന്നത്, ന്യായമായുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം, നന്മയായുള്ളത് നമുക്ക് തന്നെ ആലോചിച്ചറിയാം. രുചിയുള്ള എന്തെങ്കിലും ഭക്ഷിപ്പാൻ നാം ഇഷ്ടപ്പെടുന്നത് പോലെ നല്ലതെന്തെങ്കിലും കേൾക്കുവാൻ താല്പര്യപ്പെടുന്നു. 5 വാക്യത്തിൽ നാം കാണുന്നത്, ഞാൻ നീതിമാൻ, ദൈവം എൻ്റെ ന്യായം തള്ളിക്കളഞ്ഞു, എൻ്റെ ന്യായത്തിനെതിരെ ഞാൻ ഭോഷ്ക് പറയണമോ? താൻ നീതിമാനാണെന്നും ദൈവം അവനോട് ന്യായമായി ഇടപെട്ടില്ല എന്നും ഇയ്യോബ് പറയുകയായിരുന്നു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ദൈവം എന്നോട് ചെയ്തത് ശരിയായില്ല എന്ന് ഇയ്യോബ് പറയുന്നു. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം.
6-ാം വാക്യം, ലംഘനമില്ലാഞ്ഞിട്ടും എൻ്റെ മുറിവ് പൊറുക്കുന്നില്ല എന്നിങ്ങനെ ഇയ്യോബ് പറഞ്ഞല്ലോ. തനിക്ക് പൊറുക്കാത്ത ഒരു അസുഖമുണ്ടെന്നും അത് വരുവാൻ കാരണമായതൊന്നും താൻ ചെയ്തിട്ടില്ല എന്നും ഇയ്യോബ് പറയുന്നു. 7-ാം വാക്യത്തിൽ, ഇയ്യോബിനെ പോലെ ഒരാളുണ്ടോ? അവൻ പരിഹാസത്തെ വെള്ളം പോലെ കുടിക്കുന്നു. കർത്താവിൻ്റെ ബാലശിക്ഷയെ ഇയ്യോബ് നിരസിച്ചു. ഇതുപോലെ ദൈവം തന്നോട് ഇടപെടുവാൻ ദൈവത്തിന് യാതൊരു അവകാശവും ഇല്ല എന്നാണ് ഇയ്യോബ് കരുതിയത്. ഇല്ലേ? അവൻ്റെ സംസാരം കേട്ടാൽ അങ്ങനെ തോന്നുന്നില്ലേ? ഈ മനോഭാവം അവനെ ദൈവത്തിൽ നിന്നും വളരെ അകറ്റി. പലരും അത് കേൾക്കുമ്പോൾ തന്നെ ഞെട്ടും. ഇയ്യോബിനെ ദൈവത്തിങ്കൽ നിന്നും അകറ്റി എന്ന് നാം സ്വപ്നത്തിൽ പോലും ചിന്തിക്കാറില്ല. പലപ്പോഴും ദൈവവചനം ഭംഗിയായി പഠിക്കാത്തത് കൊണ്ടാണ് നാം അങ്ങനെ ചിന്തിക്കാത്തത്. തുടർന്ന് അവൻ ദൈവത്തിൻ്റെ ശിക്ഷണത്തിൽ മുഷിഞ്ഞു എന്ന് നാം കാണുന്നു. ദൈവത്താൽ ശാസിക്കപ്പെടുമ്പോൾ നാം ഒരിക്കലും മുഷിയരുത്. നമ്മുടെ ജീവിതത്തിൽ നല്ല ഉദ്ദേശങ്ങൾ സാധിക്കുവാനാണ് ഇതെല്ലാം ദൈവം ചെയ്യുന്നത്. ദൈവത്താൽ ശാസിക്കപ്പെടുമ്പോൾ, ശിക്ഷണത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം മുഷിയരുത്. ഇവിടെ ഇയ്യോബ് മുഷിഞ്ഞു. അവൻ 1-2 ഭാഗത്ത് ദൈവത്തെ തന്നെ വെല്ലുവിളിക്കുന്നത് പോലെ കാണുവാൻ സാധിക്കും. 8-ാം വാക്യത്തിൽ, അവൻ ദുഷ്പ്രവൃത്തിക്കാരോട് കൂട്ടുകൂടുന്നു, ദുർജനങ്ങളോടുകൂടെ സഞ്ചരിക്കുന്നു. സ്വർഗത്തിന് വെളിയിൽ നിന്ന് മുദ്രാവാക്യം മുഴക്കുന്നവരോട് ഇയ്യോബും കൂടി. ദുഷ്ടത പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിലും ദുർജനങ്ങളോടുകൂടെയും ഇയ്യോബ് കൂടി. ദൈവം നീതി പാലിക്കുക, ഞാൻ ശരിയാകുന്നു എന്നൊരു പരസ്യ പലകയുമായി ഇയ്യോബ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് പോലെയുണ്ട്. അങ്ങനെ പലകയും പിടിച്ച് നടക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? ഇന്ന് അനേകരും ഈ പറഞ്ഞതുപോലെ ചെയ്യുന്നുണ്ട്. ദൈവത്തോട് മറുതലിക്കുന്നവരുമായി ഇയ്യോബ് ചേർന്നു. അവൻ പറയുകയാണ്, ദൈവം നീതി പാലിക്കുക, കാരണം ഞാൻ ശരിയാണ്, ഞാൻ നീതിമാനാണ്. 9-ാം വാക്യം, ദൈവത്തോട് രഞ്ജനായിരിക്കുന്നത് കൊണ്ട് മനുഷ്യന് പ്രയോജനമില്ലെന്ന് അവൻ പറഞ്ഞു. നോക്കണേ, ഞാൻ ഇത്രയൊക്കെ നല്ലതായിട്ട് ജീവിച്ചിട്ടും ഇത്രയധികം ദാനധർമ്മങ്ങൾ നൽകിയിട്ടും ദൈവം യാതൊരു പ്രതിഫലവും നൽകുന്നില്ല. അവനിൽ നിന്നും നല്ലൊരു സമ്മാനം ഞാൻ പ്രതീക്ഷിച്ചു, എന്നാൽ അവൻ തന്നത് കണ്ടില്ലേ എന്ന് ഇയ്യോബ് പറഞ്ഞു കാണും. ഇതേ മനോഭാവം ഇന്ന് അനേകർക്കുമുണ്ട്. 10-ാം വാക്യം, അതുകൊണ്ട് വിവേകികളെ കേട്ടുകൊള്ളുവിൻ, ദൈവം ദുഷ്ടതയോ സർവശക്തൻ നീതികേടോ ഒരിക്കലും ചെയ്യുകയില്ല. ദൈവം യാതൊരു തെറ്റും ചെയ്യുകയില്ല എന്ന് വീണ്ടും പറയുന്നു. പൗലോസ് ചോദിച്ചത് ഓർക്കുന്നില്ലേ? റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ, ദൈവത്തിൻ്റെ പക്കൽ അനീതിയുണ്ടോ? ഒരു നാളുമില്ല. പ്രിയ സുഹൃത്തെ, ഇങ്ങനെ പറയുന്നത് മോശമായിരിക്കും. എന്നാൽ ദൈവം തെറ്റാകുന്നു എന്ന് താങ്കൾ പറഞ്ഞാൽ താങ്കളാകുന്നു തെറ്റ്. ദൈവം എല്ലായ്പ്പോഴും ശരിയാണ്. നിങ്ങളും ഞാനുമാണ് എല്ലായ്പ്പോഴും തെറ്റിയിരിക്കുന്നത്. ദൈവം എന്തു തന്നെ ചെയ്തെന്നാലും അവൻ ശരിയാണ്. നിങ്ങളോടോ എന്നോടോ കണക്ക് ബോധിപ്പിക്കേണ്ട യാതൊരു കാര്യവും അവനില്ല. എന്തെങ്കിലും ചെയ്യുവാൻ നമ്മുടെ അനുവാദം ആരായേണ്ട ആവശ്യവും അവനില്ല. അവൻ ഈ പ്രപഞ്ചത്തെ ശരിയാവണ്ണം തന്നെ നടത്തുന്നതാണ്. നിങ്ങളുടെയും എൻ്റെയും നിലവാരം നോക്കി അവനിരിക്കില്ല എന്ന് ചുരുക്കം. 12-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്നത്, ദൈവം ദുഷ്ടത പ്രവർത്തിക്കുകയില്ല നിശ്ചയം, സർവശക്തൻ ന്യായം മറിച്ച് കളയുകയുമില്ല. നിങ്ങളുടെ ആ പോക്കറ്റ് ഡയറിയിൽ എഴുതി സൂക്ഷിക്കുവാൻ കൊള്ളാകുന്ന എന്തോ ആകുന്നു ഇത്. ഇതെപ്പോഴും ഓർത്തിരിക്കുക. ദൈവം ദുഷ്ടത പ്രവർത്തിക്കുകയില്ല. തെറ്റായ ഒരു പ്രവർത്തനത്തെ അവൻ അനുവദിക്കുകയില്ല. പഴയ നിയമത്തിൽ ദൈവം ചെയ്ത ഏതെങ്കിലും പ്രവർത്തനത്തിൽ തെറ്റ് കണ്ടുപിടിക്കുവാൻ നിങ്ങൾ ശ്രമിച്ചാൽ അത് നിങ്ങളുടെ പദവിയാണ്. ഉദാഹരണത്തിന്, ദൈവം അമോര്യരെ ഉന്മൂലനാശം ചെയ്തത് നിങ്ങൾ കണ്ടുപിടിച്ചേക്കാം. എന്നാൽ അത് ദൈവത്തെ തെറ്റുകാരനാക്കുന്നില്ല. അവൻ ശരിയാണ്, ഞാൻ അങ്ങനെ കാണുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. ഒരുപക്ഷെ ഞാനും കണ്ടെന്ന് വരില്ല. എന്നാൽ ദൈവം തൻ്റെ കൃപ 400 വർഷം നീട്ടിക്കൊടുക്കുകയും അവർ അനുതപിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ 400 വർഷത്തെ ഗുണദോഷത്തിന് ശേഷം മാത്രമാണ് ദൈവം അവരെ തുടച്ചു മാറ്റിയത്. ദൈവം എല്ലായ്പ്പോഴും ശരിയാണ് സുഹൃത്തെ. ആ പോയിന്റിൽ നിന്നും നാം ചിന്തിക്കണം. കാരണം ആ പോയിന്റിന് വ്യത്യാസമുണ്ടാകുന്നില്ല. ദൈവം എല്ലായ്പ്പോഴും ശരിയാണ്. മനുഷ്യൻ്റെ ചിന്തയുടെ മൊത്തം അടിസ്ഥാനവും ഏതാണ്ട് ഇപ്രകാരമാണ്. അനുഭവത്തിൽ നിന്നും ചിന്തിച്ച് ഒരു സത്യത്തിൽ എത്തിച്ചേരുന്നു. അതുകൊണ്ടാണ് നമ്മിൽ ചുരുക്കം പേർ മാത്രം സത്യത്തിൽ എത്തിച്ചേരുന്നത്. ബഹുഭൂരിപക്ഷവും തെറ്റുന്നു. അനുഭവത്തിൽ നിന്നും ചിന്തിച്ച് ഒരു സത്യത്തിൽ, ഇന്നടത്ത് ഇന്നതുപോലെ സംഭവിച്ചു, അതുകൊണ്ട് ദൈവം ഇങ്ങനെയായിരിക്കും എന്ന ആ ഉപസംഹാരത്തിലെത്തുന്ന മനുഷ്യൻ ദൈവം സത്യത്തിൽ നിന്നാണ് ചിന്തിക്കുന്നത്.
അവൻ സത്യമാണ്. സത്യത്തിൽ നിന്നുകൊണ്ടാണ് അവൻ ആരംഭിക്കുന്നത്. കർത്താവായ യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്. എന്താണ് സത്യം? ഇത് പീലാത്തോസ് ചോദിച്ചപ്പോൾ സത്യം അവൻ്റെ തൊട്ടു മുൻപിൽ നിൽക്കുന്നുണ്ടായിരുന്നു. യേശുവാകുന്നു സത്യം. സത്യത്തിൽ നിന്നും അനുഭവത്തിലേക്ക് വേണം നാം പോകേണ്ടത്. അതത്രേ ദൈവം ചെയ്യുന്നത്. സത്യത്തിൽ നിന്നും അനുഭവത്തിലേക്ക്, അനുഭവത്തിൽ നിന്നും ഒരു സത്യം ഉണ്ടാക്കിയെടുക്കുകയല്ല നാം ചെയ്യേണ്ടത്. അനേകരുടെയും അനുഭവങ്ങൾ തെറ്റാകുന്നു എന്നുള്ളത് നാം പ്രത്യേകം ഓർത്തിരിക്കണം. 13-14 വാക്യങ്ങളിൽ നാം കാണുന്നു, ഭൂമിയെ അവങ്കൽ ഭരമേൽപ്പിച്ചതാർ, ഭൂമണ്ഡലമാകെ സ്ഥാപിച്ചതാർ. അവൻ തൻ്റെ കാര്യത്തിൽ മാത്രം ദൃഷ്ടി വെച്ചെങ്കിൽ, തൻ്റെ ആത്മാവിനെയും ശ്വാസത്തെയും മടക്കി എടുത്തെങ്കിൽ. ഇവിടുത്തെ വിഷയം ദൈവം കരുതുന്നു എന്നതാണ്. മനുഷ്യനോട് അവനൊരു കരുതലുണ്ട്. അവൻ നമ്മെ കരുതി നടത്തുന്ന ദൈവമാണ്. ഇനിയും ഞാൻ ഈ 31 വാക്യം വായിക്കട്ടെ. 34 അധ്യായത്തിന് 31 വാക്യം. ഞാൻ ശിക്ഷ സഹിച്ചു, ഞാൻ ഇനിയും കുറ്റം ചെയ്യുകയില്ല. നോക്കണേ, ദൈവം താങ്കളെ ശിക്ഷിച്ചു എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാഠം പഠിക്കണം. നിങ്ങളുടെ പഴയ വഴിയിൽ തുടരരുത്. ഒരുപക്ഷെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഏതോ വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുകയായിരിക്കും. ഒന്നുകിൽ ക്ഷമ, അല്ലെങ്കിൽ സ്നേഹം, അല്ല എങ്കിൽ ദയ. അങ്ങനെ എന്തെങ്കിലും പ്രയോജനകരമായ എന്തെങ്കിലും നേടിയെടുക്കുവാൻ കഴിയാതെ എന്തെങ്കിലും താങ്കളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. ഒരു രസത്തിന്, അല്ലെങ്കിൽ നിങ്ങളെ ദ്രോഹിക്കുവാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല ദൈവം. അവൻ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവനാകുന്നു. 32 വാക്യം നോക്കിക്കാട്ടെ. ഞാൻ കാണാത്തതെന്നെ പഠിപ്പിക്കണമേ, ഞാൻ അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും ചെയ്യുകയില്ല എന്നാരെങ്കിലും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശിക്ഷ വന്നിരിക്കുന്നത് പാപത്തിൽ നിന്നും അകലുവാനാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഇനിയും താമസിക്കരുത്. പാഠം പഠിച്ചല്ലോ, പാപത്തിൽ നിന്നും തിരിയുക. 34-35 വാക്യങ്ങളിൽ നാം കാണുന്നു, ഇയ്യോബ് അറിവില്ലാതെ സംസാരിക്കുന്നു, അവൻ്റെ വാക്കുകളിലും ജ്ഞാനമില്ല എന്ന് വിവേകമുള്ള പുരുഷന്മാരും എൻ്റെ വാക്ക് കേൾക്കുന്ന ഏത് ജ്ഞാനിയും എന്നോട് പറയും. ഇവിടെ ഇയ്യോബിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മിൽ അനേകരെക്കുറിച്ചും പറയാവുന്നതാണ്. നാം വളരെയധികം സംസാരിക്കാറുണ്ട്. എന്നാൽ അതിൽ വലിയ പങ്കും അറിവില്ലാതെയും ജ്ഞാനമില്ലാതെയുമാകുന്നു. ഇന്നും ഈ വിധത്തിൽ സംസാരിക്കുന്ന അനേകരുണ്ട്. ലോകപ്രകാരം വലിയ ബിരുദങ്ങൾ ഉള്ളവർ, എന്നാൽ വിവരക്കേട് മാത്രമാണ് പറയുന്നത്. അവർ പറയുന്നതിനകത്ത് ഒരു കഥയും കാണില്ല. അങ്ങനെ അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ഇയ്യോബിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. ആരംഭത്തിൽ എത്ര വലിയൊരു സർട്ടിഫിക്കറ്റാണ് കൊടുത്തത്. ഇപ്പോഴത്തെ സ്ഥിതി നോക്കിക്കേ. പലപ്പോഴും ജീവിതത്തിൽ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം എല്ലാം ഇതുപോലെയുള്ള സ്ഥിതിയിലെത്തിച്ചേരും. ഇത് നമുക്ക് കൂടുതൽ ദോഷം വരുത്തി വെക്കും എന്ന് നാം മറക്കരുത്. എന്നാൽ നാം ദൈവഹിതം മനസ്സിലാക്കി ദൈവം പറഞ്ഞിരിക്കുന്ന സത്യം അംഗീകരിച്ച് നാം മുൻപോട്ട് പോകുവാൻ തയ്യാറാകുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ അനുഗ്രഹമായി മാറും. 36-37 വാക്യങ്ങളിൽ നാം കാണുന്നു, ഇയ്യോബ് ദുഷ്ടന്മാരെ പോലെ പ്രതിവാദിക്കൊണ്ട് അവനെ ആദിയോടന്തം പരിശോധിച്ചാൽ കൊള്ളാം. അവൻ തൻ്റെ പാപത്തോട് ദ്രോഹം ചേർക്കുന്നു, അവൻ നമ്മുടെ മധ്യേ കൈ കൊട്ടുന്നു, ദൈവത്തിന് വിരോധമായി വാക്ക് വർദ്ധിപ്പിക്കുന്നു. എലിഹു ഇവിടെ പറയുന്നത് ഇയ്യോബ് തന്നെ ന്യായീകരിക്കാതെ ദൈവത്തെ ന്യായീകരിക്കുന്നത് വരെ ദൈവം അവനെ പരീക്ഷയിലൂടെ കടത്തിവിട്ടിരുന്നെങ്കിൽ എന്നാണ്. ആരുടെ തെറ്റാകുന്നു, എന്താണ് തെറ്റ് എന്ന് കണ്ടുപിടിക്കുവാനുള്ള ഒരു തത്രപ്പാടല്ലിവിടെ. പിന്നെയോ താൻ പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ദൈവത്തെ കുറ്റപ്പെടുത്തിയതും സ്വയം ന്യായീകരിച്ചതുമാകുന്നു തെറ്റ് എന്ന് ഇയ്യോബിനോട് എലീഹു പറയുകയാണ്. പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ ദൈവത്തെ കുറ്റപ്പെടുത്തരുത്, സ്വയം ന്യായീകരിക്കുകയും അരുത്. ദൈവകരങ്ങളിൽ താണിരിക്കുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും അത് മാത്രമാണ് അനുഗ്രഹത്തിനുള്ള വഴി. ദൈവം തീർച്ചയായിട്ടും നമ്മെ ശരിയായ പാതയിൽ നടത്തുവാൻ കഴിവുള്ളവനാണ്. അതിനുവേണ്ടി അവൻ ആഗ്രഹിക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള സംശയത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ, വേദനകളിലൂടെ കടന്നു പോകുന്നെങ്കിൽ പ്രാർത്ഥിച്ചാട്ടെ. ദൈവം അതിലൂടെ മുൻപോട്ട് പോയി വിജയം വരിക്കുവാൻ നിങ്ങളെ സഹായിക്കും. പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്നത്തെ ഈ പഠനം ഞങ്ങൾക്ക് നീ തന്നതിനായി സ്തോത്രം. ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങളുടേതായ പരിഹാരങ്ങൾ തേടി കൂടുതൽ പ്രശ്നത്തിൽ ചെന്നുപെടാറുണ്ട് എന്ന് ഇന്ന് നീ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ.
കർത്താവെ, നിൻ്റെ വചനത്തിലൂടെ ഞങ്ങൾ കേൾക്കുന്നതായ അതിമഹത്തായ സത്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. കർത്താവെ, ഈ സമയത്ത് തന്നെ നിൻ്റെ കുഞ്ഞുങ്ങളുടെ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന അവിടുന്ന് ശ്രദ്ധിക്കുകയും അവരുടെ പ്രശ്നങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ അവർക്ക് നീ ദൈവകൃപ നൽകുകയും ചെയ്യണമേ. നിൻ്റെ സമയത്ത് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ നൽകുന്നു, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും വേറൊരു ക്ലാസ്സിൽ കാണാം.